പുതിയ ബില്ല് പാസ്സാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട BJP സർക്കാർ അത് കൊണ്ടുവന്ന് ആ 2A എന്ന് പറയുന്ന ആ സെക്ഷന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. അത് മല പോലെ തന്നെ അവിടെയുണ്ട്. ആ 2A ഉള്ളിടത്ത് 2A ആണ് മുനമ്പം ജനത ഏറ്റവും വലിയൊരു രക്ഷ. അപ്പോൾ 2A അത് കാരണം മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളൊന്നും ഞങ്ങൾ അതിനൊന്നും വില കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളത് ഞങ്ങൾക്ക് അതിലുണ്ട്. അതിന് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട BJP സർക്കാരിനോടും നരേന്ദ്രമോദിജിയോടും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയോടും മറ്റുള്ള എല്ലാ പാർട്ടി പ്രവർത്തകരോടും ഞങ്ങളിവിടെ വന്ന് സഹായിച്ച എല്ലാവരോടും അകമഴിഞ്ഞ നന്ദിയുണ്ട്. പിന്നെ ചില കുത്തുതിരിപ്പുകൾ ഇവിടെ ഉണ്ട്, അതൊന്നും ഞങ്ങൾ ഗവനിക്കുന്നില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ കൊടിച്ചിപ്പട്ടികളൊക്കെ ഇവിടെ നിന്നൊക്കെ കുരയ്ക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അതൊന്നും നമുക്ക് ഗവനിക്കുന്നില്ല. നമ്മുടെ ഭൂമി രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാരിനോട് നന്ദിപൂർവ്വം ഞങ്ങൾ മരണം വരെ ഉണ്ടാവും. ഇപ്പം ആ വകുപ്പ് ബില്ല് ഭേദഗതി ബില്ല് പാസ്സാക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കിരൺ റിജിജുവും എടുത്ത റിസ്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കറിയാം. ഒന്ന് കേരളത്തിലെ സുരേഷ് ഗോപി ഒഴിച്ചുള്ള മുഴുവൻ MP-മാരും എതിർത്തിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി യാതൊരുവിധ വോട്ട് ബാങ്കും ലക്ഷ്യം വെക്കാതെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒപ്പം നിന്ന പ്രസ്ഥാനമാണ് BJP. നമസ്കാരം. സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ സ്റ്റേ വന്നിരുന്നു. പക്ഷേ മുനമ്പം ജനതയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. ബാക്കി മുനമ്പം ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ള വിഷയമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ പല ആളുകളും പല രാഷ്ട്രീയക്കാരും വലിയ രീതിയിൽ തന്നെ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനമ്പം ജനതയ്ക്ക് ഒരു തിരിച്ചടി ലഭിച്ചു എന്നുള്ള രീതിയിലേക്കുള്ളൊരു പ്രചരണം നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മുനമ്പം ജനതയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം, കേന്ദ്ര സർക്കാർ മുനമ്പം ജനതയ്ക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന ബില്ല് അത് എത്രത്തോളം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ ദിവസം വന്ന, പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ആ ഒരു രണ്ട് വിഷയങ്ങൾ സ്റ്റേ വന്നിരുന്നു. അതിൽ മുനമ്പം ജനത പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് ഉള്ളൊരു പ്രചരണം നടത്താനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. എന്താണ് ഈ മുനമ്പത്തെ സമരത്തിൻ്റെ മുൻപന്തിൽ നിന്ന് നയിച്ച ഒരാൾ എന്നുള്ള നിലയിൽ താങ്കളൊരു പ്രതികരണം എന്താണ്? പരാജയപ്പെട്ടുവെന്ന് സ്വയം തീരുമാനിക്കേണ്ടത് മത്സരിക്കുന്നവരാണ്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ സുദിനമാണ് ഇന്നലെ സുപ്രീം കോടതിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ആശ്വാസം. കാരണം ഇന്നലെ ഭാഗികമായിട്ട് സുപ്രീം കോടതി 3 സ്റ്റേകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാഗിക സ്റ്റേ ആണ്, അത് സ്റ്റേ അല്ല, ഭാഗികമായിട്ടുള്ള സ്റ്റേ ആണ്. അത് 3ഉം മുനമ്പം ജനതയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. മുനമ്പം ജനതയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകമാണ് സെക്ഷൻ 2A. ഈ പുതിയ ബില്ല് പാസ്സാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട BJP സർക്കാർ അത് കൊണ്ടുവന്ന് ആ 2A എന്ന് പറയുന്ന ആ സെക്ഷന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. അത് മല പോലെ തന്നെ അവിടെയുണ്ട്. ആ 2A ഉള്ളിടത്ത് 2A ആണ് മുനമ്പം ജനത ഏറ്റവും വലിയൊരു രക്ഷ. അപ്പോൾ 2A അത് കാരണം മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളൊന്നും ഞങ്ങൾ അതിനൊന്നും വില കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളത് ഞങ്ങൾക്ക് അതിലുണ്ട്. അതിന് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട BJP സർക്കാരിനോടും നരേന്ദ്രമോദിജിയോടും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയോടും മറ്റുള്ള എല്ലാ പാർട്ടി പ്രവർത്തകരോടും ഞങ്ങളിവിടെ വന്ന് സഹായിച്ച എല്ലാവരോടും അകമഴിഞ്ഞ നന്ദിയുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞു മുനമ്പം ജനതയെ ഇവിടുന്ന് അല്ലെങ്കിൽ മുൻപത്തു നിന്ന് ഒഴിപ്പിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ചില വാക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നിരുന്നു. എന്താണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത് അതിനെ സംബന്ധിച്ച്? അദ്ദേഹത്തിനോട് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാനൊന്നും ഞങ്ങൾ ആരുമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഈയിടെയായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാനസിക വിഭ്രാന്തി പിടിപെട്ട ഒരാളിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് അദ്ദേഹം ഇപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് വഖഫ് നിയമം പൂർണ്ണമായിട്ട് പിൻവലിക്കണമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ അടുത്ത് മലപ്പുറത്ത് പോയപ്പോൾ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. അത് കാരണമായിരിക്കുമല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വഖഫ് നിയമം പൂർണ്ണമായിട്ട് പിൻവലിക്കണമെന്ന് മുനമ്പം ജനതയെ ഈ ഇവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞത്. കാരണം അതൊരു മാനസിക നില തെറ്റിയ ഒരാളുടെ ഒരു ജൽപ്പനമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനകൾ കേൾക്കുന്ന സമയത്ത് ഒരു മുസ്ലിം ലീഗുകാരനെ പോലെയുള്ള ഒരു പ്രതികരണമായിട്ട് തോന്നും. അതിലെ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഈയിടെയായിട്ട് കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിലനിർത്താനായിട്ട് അദ്ദേഹം നിരന്തരം മലപ്പുറം സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ മലപ്പുറം സന്ദർശിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടുന്ന അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ എന്തോ കണ്ട് പേടിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ എന്തൊക്കെയാണ് പറയണതെന്ന് അദ്ദേഹത്തിന് തന്നെ ഓർമ്മയില്ല. ചേട്ടാ, ഇപ്പോൾ ഈ 350-ാമത്തെ ദിവസം ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആ ഒരു സമയത്ത് മുനമ്പത്ത് നിന്ന് എറണാകുളം, കൊച്ചി ഈ നമ്മുടെ വഞ്ചി സ്ക്വയറിലൊരു സമരം അല്ലെങ്കിൽ ആ ഒരു ദിവസം അവിടെ ചെന്നിട്ടുള്ളൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. എന്താണ് അതിൻ്റെ സംഭവം? എന്താ അത്? തീരുമാനം ഞങ്ങളുടെ ആരുടെയും തീരുമാനമല്ല. കാരണം 350-ാം ദിവസം ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളെല്ലാവരുടെയും അഭിപ്രായം ഞങ്ങൾ മുനമ്പം ജനത ഈ വെളിയിലേക്ക് വന്നത് ഈ ഒരു പള്ളിയുടെ മുമ്പിൽ നിന്നും
ഈ ഒരു കൂട്ടായ്മയിൽ നിന്നാണ്. അല്ലാതെ ഞങ്ങൾ വഞ്ചി സ്ക്വയറിൽ പോയിരുന്നിട്ടില്ല. ഇത് വഞ്ചി സ്ക്വയറിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ മുൻപം ഞങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാം ഇതിനിടയിൽ ചെറിയൊരു വിഭാഗീയത ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാറിയപ്പോൾ ഏതാനും 3-4 കോൺഗ്രസിൻ്റെ ഊച്ചാളി നേതാക്കന്മാർ ഇവിടെ കയറിയിട്ടുണ്ട്. അതിൽ പേരെടുത്ത് പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. ഒരു രഘു എന്ന് പറഞ്ഞ ഒരുത്തം വന്നിട്ടുണ്ട്, പിന്നെ ബെന്നി എന്ന് പറഞ്ഞ കൺവീനർ കുറുപ്പശ്ശേരി, പിന്നെ സെബാസ്റ്റ്യൻ പാലക്ക്. ഇവരുടെ 3 പേരുടെയും തീരുമാനമാണ് വഞ്ചി സ്ക്വയറിൽ പോയി സർക്കാരിനെതിരെ സമരം ചെയ്യുക എന്നുള്ളത്. ഞാൻ വീണ്ടും പറഞ്ഞു, ഞങ്ങൾ ഈ മുനമ്പം ജനതയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ പറഞ്ഞ് ഞങ്ങൾ സർക്കാരിനെതിരെയല്ല. കാരണം ഇന്ന് ഞങ്ങൾക്ക് ഈ ചട്ടങ്ങൾ, ഈ സുപ്രീം കോടതി വിധിയിലൂടെ ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് പുതിയ ചട്ടങ്ങൾ വരാനാണ്. അപ്പോൾ ചട്ടങ്ങൾ വരുമ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, മുനമ്പം ജനത സംസ്ഥാന സർക്കാരിനെതിരല്ല. ഈ കോൺഗ്രസ്സിന് ഇവിടെ നഷ്ടപ്പെട്ടു പോയ അവരുടെ എല്ലാ വിലയും തിരിച്ചു കിട്ടാൻ വേണ്ടി ഏതാനും കുറച്ച് ഊച്ചാളി നേതാക്കന്മാരുണ്ടാക്കിയ ഒരു കുത്തിത്തിരിപ്പാണ്. അതിൽ ഞങ്ങളെ കൂട്ടരുത്, ഞങ്ങൾക്ക് യാതൊരു. അപ്പം ഞങ്ങളിവിടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് വഞ്ചി സ്ക്വയറിലേക്ക് ആൾക്കാർ പോവുകയാണെങ്കിൽ ഞങ്ങളത് ശക്തമായിട്ട് തടയും. കാരണം മുനമ്പം ജനത സർക്കാരിനെതിരെയല്ല. മുനമ്പം ജനത ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് ഇവിടെ വന്നപ്പോഴും പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു കാര്യവും നിങ്ങളുടെ ഇടയിൽ ഇടപെടാൻ പറ്റാത്തത് ഈ നിൽക്കുന്ന സുപ്രീം കോടതി വിധി കാരണം. ഇന്നിപ്പോൾ ഈ സുപ്രീം കോടതി വിധി അതിനൊന്നും തടസ്സമല്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ നമ്മളുടെ കൂടെ നിൽക്കേണ്ട ആൾക്കാരാണ്. ആ സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെ പ്രകോപനം ചെയ്യിപ്പിക്കാൻ ഈ കോൺഗ്രസ്, അതായത് ഈ കോൺഗ്രസിൻ്റെ ഞാൻ പറഞ്ഞു, ഈ രഘു എന്ന് പറയുന്ന ഒരു കുത്തിത്തിരിപ്പുകാരനോടെ കയറിയിട്ടുണ്ട്. അവനെ ഇന്നലെ ഞങ്ങൾ തല്ലാൻ ഓടിച്ചിട്ട് അവൻ സൈക്കിളെടുത്ത് ഓടി, അവനെ കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ അവൻ ഉണ്ടാക്കിയ കുറച്ച് കുത്തിത്തിരിപ്പുകളാണ് ഈ സംസ്ഥാനം. അപ്പോൾ മുനമ്പം ജനത അതിനോട് കൂടെയല്ല. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ മുനമ്പം സമരത്തിൻ്റെ പേരിൽ ഇവിടെ പിരിവ് നടക്കുന്നുണ്ട്. ഏത് 2-3 ആൾക്കാർ നടന്ന് പിരിവ്. മുനമ്പം സമരം ആരുടെയിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടായ ഒരു സമരമല്ല. മുനമ്പം സമരത്തിൻ്റെ ഒരു ദിവസത്തെ ചിലവ് ഒരു 4 സർവത്ത് അല്ല 5 സർവത്ത് അല്ല ഒരു ഏതാനും എത്ര ആളിരിക്കുന്ന ആ സർവത്ത്. അല്ലാതെ മുനമ്പം ജനത ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ഇവിടുത്തെ റിസോർട്ടുകാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും നടന്ന് പിരിപ്പിക്കാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ വരുന്ന ഈ കള്ളന്മാർ കുടിക്കാനും തിന്നാനും വേണ്ടി മാത്രമാണ് പിരിവിന് വരുന്നത്. ദൈവത്തെ ഓർത്ത് മുനമ്പം ജനതയുടെ പേരിൽ ആരും പിരിവ് കൊടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു എല്ലാവർക്കും ഒരു സന്ദേശമായിട്ട് എടുക്കണം. മുനമ്പം ജനത ആരുടെ അടുത്തും പൈസക്ക് പോയിട്ടില്ല, പരിപ്പിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഏതാനും കുറച്ച് 3-4 കോർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 3 കള്ളന്മാർ വന്ന് കയറിയിട്ടുണ്ട്, അവന്മാർ ഇറങ്ങണതാണ്. അപ്പോൾ അത് മുനമ്പം ജനതയുടെ പേരിൽ പറയുന്നത് ഈ കള്ളന്മാരെ സൂക്ഷിക്കുക. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ഒരു BJP യുടെ ഒരു കാര്യകർത്താവ് എന്ന നിലയിൽ താങ്കൾ ഈ മുനമ്പം സമരം ഉണ്ടായ സമയം മുതൽക്കേ തന്നെ ആദ്യമേ തന്നെ താങ്കളോട് ഉണ്ട്, മുനമ്പം ജനതക്കൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ആ ഒരു മുനമ്പം ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു സംവിധാനം തന്നെയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മുനമ്പത്തെ ആളുകൾ പടക്കം പൊട്ടിച്ച് നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചുകൊണ്ട് ഒരു വലിയൊരു ആഹ്ലാദം ഇവിടെ നടത്തിയിരുന്നു. ഈ ഒരു സമയത്ത് അഭിമാനം തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം തുടക്കം മുതൽ BJP മാത്രമേ ഈ സമരത്തിന് അനുകൂലിച്ചിട്ട് വന്നിട്ടുള്ളൂ. കാരണം ഈ കോൺഗ്രസ് ആയാലും മറ്റ് മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മറ്റുള്ള എല്ലാവരും ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പുറകിലായിരുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ 610 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ ആയിരുന്നില്ല. കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ നിലപാടുകൾ എടുത്തിരുന്നത്. അത് നമുക്കറിയാം. ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള MP ഇവിടെ വന്ന് കോട്ടയത്ത് എത്തുമ്പോൾ അഭിപ്രായം മാറി. ഇവിടെ സതീശൻ ഇവിടെ വന്ന് പറയണതും കോഴിക്കോട് പോയി പറയണതും രണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ വരണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു. BJP അധികാരത്തിൽ വരാൻ വേണ്ടി ആയിരുന്നില്ല. BJP ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാർ. അറ്റം വരെ പോകാനായിട്ടും ആ വകുപ്പ് ഭേദഗതി ബില്ല് പാസ്സാക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കിരൺ റിജുവും എടുത്ത റിസ്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കറിയാം. ഒന്ന് കേരളത്തിലെ സുരേഷ് ഗോപി ഒഴിച്ചുള്ള മുഴുവൻ MP എതിർത്തിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി യാതൊരുവിധ വോട്ട് ബാങ്കും ലക്ഷ്യം വെക്കാതെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒപ്പം നിന്ന പ്രസ്ഥാനമാണ് BJP. അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധിയെ BJP വളരെ സന്തോഷത്തോടു കൂടി, കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിധിയാണ് എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടി അംഗീകരിക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വഖഫ് ഭേദഗതി ബില്ല് അത് പാസ്സാക്കിയത് അത് മുനമ്പം ജനതയ്ക്ക് അനുകൂലമാകില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണമായിരുന്നു ആ സമയം മുതൽക്കേ തന്നെ UDF-ഉം LDF-ഉം രാജ്യവ്യാപകമായിട്ട് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ മുന്നിലേക്ക് പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ ഈ വഖഫ് ബില്ല് ഭേദഗതി ബില്ല് പാസ്സാക്കിയത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണെന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് കാരണം നമുക്കത് നേരത്തെ തന്നെ മനസ്സിലായിട്ട് 2A സെക്ഷൻ ഉണ്ടാക്കിയത് തന്നെ നമുക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയത്. പക്ഷെ അത് ചില ഈ രാഷ്ട്രീയ
തിമിരങ്ങൾ അതിനെ നമുക്കെതിരാണെന്നുള്ള ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് വിഭാഗവും ഇവിടെ ശ്രമിച്ചിരുന്നത്. പക്ഷേ നമുക്ക് നേരെ തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ഈ ഭൂമി രക്ഷപ്പെടാൻ പോണത് ഈ സെക്ഷൻ മേലാണെന്നുള്ളത്. അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ നമുക്ക് വേണ്ടി ചെയ്തു തരുമെന്നുള്ളത് ഈ 100% ഞങ്ങളുടെ നാട്ടുകാർക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ചില കുത്തിത്തിരിപ്പുകൾ ഇവിടെ ഉണ്ട്, അതൊന്നും ഞങ്ങൾ ഗവനിക്കുന്നില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ കൊടിച്ചിപ്പട്ടികളൊക്കെ ഇവിടെ നിന്നൊക്കെ കുരയ്ക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അതൊന്നും നമുക്ക് ഗവനിക്കുന്നില്ല. നമ്മുടെ ഭൂമി രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അതിന് ഞങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാരിനോട് നന്ദിപൂർവ്വം ഞങ്ങൾ മരണം വരെ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അത് മുനമ്പം ജനതയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആഹ്ലാദപരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു. പിന്നെ ഇത് 2A സെക്ഷൻ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ലെന്നും പറഞ്ഞാണ് ഇവിടെ അടിച്ചു വരുത്തി വെച്ചത്. പക്ഷേ ആ സെക്ഷനും കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമല്ലെന്നുള്ളത് ഈ 100% ഉറപ്പായിരുന്നു. പക്ഷേ ഇവർ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കി ഇപ്പോൾ ഈ കുത്തിത്തിരിപ്പുകളുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾ ഇവിടെ ഗവനിക്കുന്നില്ല. ഞങ്ങൾ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ ഒപ്പം ഇവിടുത്തെ ജനങ്ങളും നാട്ടുകാരും ഉണ്ട്. മോദിക്കൊപ്പമാണോ? മോദിക്കൊപ്പം ഒരു സംശയമില്ല. പിന്നെ